Good morning, students. So today we are going to start Unit 3, that is IR spectroscopy. So നമ്മൾ microwave spectroscopy first നമ്മൾ derive ചെയ്തത് rotational spectrum of a rigid rotator ആയിരുന്നു. Rigid rotator means the internuclear distance between two atoms are always constant. Okay, but practically as the rotational energy gets increases, centrifugal force will act on the molecule, and therefore the molecule the bond become elastic and the molecule start vibrating. Okay, then it is known as a non-rigid rotator. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ബോഡിക്ക് വൈബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും കൂടി വരുമ്പോഴാണ് ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് അല്ലാതെ വരുമ്പോൾ ഇറ്റ് ഈസ് കോൾഡ് എ നോൺ റിജിഡ് റൊട്ടേറ്റർ. ഓക്കെ, but here IR spectroscopy deals with the vibrating motion of the molecule. ഒരു മോളിക്യൂള് റൊട്ടേറ്റ് ചെയ്യുന്നതിന് പകരം ആ മോളിക്യൂള് വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ that kind of spectroscopy, that is transition is taking place between different vibrational energy levels, then that is known as IR spectroscopy. Okay, and in such case the spectrum is obtained in the IR region, and it is also known as vibrational spectroscopy. And we have already discussed that the necessary condition for getting IR spectroscopy is there should be a change in dipole moment. Clear? So let's discuss about a vibrating diatomic molecule. ഒരു വൈബ്രേറ്റിംഗ് ഡയറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇഫ് യു ഹാവ് എ ഡയറ്റോമിക് മോളിക്യൂൾ ആൻഡ് ഈ ഡയറ്റോമിക് മോളിക്യൂളിൽ വൈബ്രേറ്റ് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ. വൈബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിൽ ദർ വിൽ ബി എ ബോണ്ട് ലെങ്ത്. ഓക്കെ, സോ വാട്ട് യു മീൻ ബൈ ദിസ് ഇക്വിലിബ്രിയം പൊസിഷൻ? ഇറ്റ് ഈസ് ഇൻ ദ മോസ്റ്റ് സ്റ്റേബിൾ പൊസിഷൻ, ദാറ്റ് ഈസ് വിത്ത് മിനിമം എനർജി. മിനിമം എനർജി ഉള്ള മോസ്റ്റ് സ്റ്റേബിൾ ആയ ഒരു പൊസിഷനിലാണ് നമ്മുടെ മോളിക്യൂൾ എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ മിനിമം എനർജി ലെവലിൽ നമ്മുടെ രണ്ട് ആറ്റംസ് തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇറ്റ് ഈസ് നോൺ ആസ് ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഈ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസിന് അബൌട്ട് ആയിട്ട് നമ്മുടെ മോളിക്യൂൾ വൈബ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ either it can extend or it will undergo compression. അത് എക്സ്റ്റൻഷനും കംപ്രഷനും നടക്കുന്ന സമയത്ത് നമ്മൾ ആ മോളിക്യൂൾ എന്തിലാണെന്ന് പറയും? ഇറ്റ് ഈസ് ഇൻ വൈബ്രേറ്റിംഗ് മോഷൻ. ഓക്കെ, അപ്പോൾ സിൻസ് ദ ബോണ്ട് ഈസ് ഇലാസ്റ്റിക്, എ വൈബ്രേറ്റിംഗ് മോളിക്യൂൾ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം അല്ലെ. അപ്പോൾ ബോണ്ട് എന്ന് പറയുന്നത് ഒരു സ്പ്രിങ്ങും ആ ബോണ്ടിന്റെ സൈഡിലുള്ള രണ്ട് മാസുമാണെങ്കിൽ this is equivalent to a spring mass system. Okay, so for a spring mass system it will obey Hooke's law, which is F is equal to minus kx ആണ് യഥാർത്ഥത്തിൽ. F is equal to minus kx where x is the extension. ഓക്കെ, അപ്പോൾ ഇവിടെ മോളിക്യൂള് വൈബ്രേറ്റ് ചെയ്യുന്നു. വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വൽ ഡിസ്റ്റൻസ് RE ആയിരുന്നു. ആഫ്റ്റർ വൈബ്രേറ്റിംഗ് അതിൻ്റെ ഡിസ്റ്റൻസ് R ആയി മാറിയാൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി R മൈനസ് RE. ഓക്കെ, സോ ഹിയർ ഐ എം പുട്ടിങ് എ നെഗറ്റീവ് സൈൻ, റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഹൂക്സ് ലോ അനുസരിച്ച് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ബോണ്ട് ലെങ്ത്, ദാറ്റ് ഇസ് R മൈനസ് RE. ഓക്കെ, ആൻഡ് ദ ഇക്വേഷൻ ഫോർ എനർജി വിൽ ബി ഹാഫ് kx, സോറി ഇവിടെ ഒരു സ്ക്വയറും കൂടെ ഉണ്ട്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഹാഫ് kx സ്ക്വയർ. Here instead of x it is R minus RE the whole square. Okay, അപ്പോൾ if we are plotting a diagram between internuclear distance and energy, that is between energy and internuclear distance, then energy is proportional to, here it is k into R minus RE the whole square. So E is proportional to the square of the distance അല്ലെ. ഇതാണ് ഡിസ്റ്റൻസ് എങ്കിൽ ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് എന്തെന്ന് പറയുന്നത്? എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് അബൌട്ട് എനർജി ഒരു ഗ്രാഫ് വരച്ചാൽ, ഇഫ് y is proportional to x square then it will be a parabola. ഓക്കെ, അപ്പോൾ ഇയും R മൈനസ് RE ഈ ദിസ് R ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസും കൂടി നിങ്ങളൊരു ഗ്രാഫ് വരച്ചാൽ it will be a parabola. Okay, and at R is equal to RE,
അതായത് if our internuclear distance is equal to the equilibrium distance, that means നമ്മുടെ മോളിക്യൂൾ സ്റ്റേബിൾ ആയിട്ടിരിക്കുമ്പോൾ മിനിമം എനർജിയിലിരിക്കുമ്പോഴുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ആർ ഇ. സോ ആർ ഇക്ക് ഈക്വൽ ആയി കഴിഞ്ഞാൽ ദിസ് എനർജി വിൽ ബിക്കം 0, വിച്ച് ഇസ് ദ മിനിമം എനർജി. ഓക്കെ, ആ സമയത്ത് എനർജി എന്തായി മാറും? എനർജി വിൽ ബിക്കം 0. ക്ലിയർ? So this is known as the ground state energy or minimum energy. Okay, ഇനി നിങ്ങൾ നോക്കുക, you have a molecule having two atoms A and B. We are fixing the position of A at origin. നമ്മൾ ഈ ദാറ്റ് ഈസ് x0 ആകുന്ന ഈ ഒരു ഒറിജിനലായിട്ട്, അതായത് R0 ആക്കുന്ന പൊസിഷന്, R എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ 0യിൽ തന്നെ ആണ് എൻ്റെ ആറ്റം എ ഇരിക്കുന്നതെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് അറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി, ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിലിരിക്കുമ്പോൾ എ ഇവിടെയും ബി ഇവിടെയുമാണ് ഉള്ളത്. ഓക്കെ, then this will be the internuclear distance REQ. Okay, now the molecule get compressed. ഇവിടെ ഇരുന്ന ബി കംപ്രസ് ചെയ്ത് ഇവിടെ എത്തിയെന്നിരിക്കട്ടെ കുറച്ച് കഴിഞ്ഞപ്പോൾ. ഓക്കെ, അതല്ലെങ്കിൽ ഇവിടെ ഇരുന്ന ബി ഇലോങ്ങേറ്റ് ചെയ്ത് ബി ഡബിൾ ഡാഷിലെത്തിയെന്നിരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ബി ഡാഷ് ബി എന്ന് പറയുന്നത് ഒന്നുകിൽ ഇതായിരുന്നു ഇക്വിലിബ്രിയം പൊസിഷൻ, ഇവിടായിരുന്നു ബിയുടെ, അവിടെ നിന്ന് കംപ്രസ് ചെയ്ത് ബി ഡാഷിലെത്താം, അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ബി ഡബിൾ ഡാഷിലെത്താം. ദെൻ ഇറ്റ് വിൽ ഹാവ് സം എനർജി ε1. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷനിൽ ദർ ഇസ് എക്സ്റ്റെൻഷൻ. എക്സ്റ്റെൻഷൻ ഇസ് ഒന്നുകിൽ ആർ മൈനസ് ആർ ഇ, അതല്ലെങ്കിൽ ഇവിടെ ആർ മൈനസ് ആർ ഇ. സോ ഈ എക്സ്റ്റെൻഷൻ ആർ മൈനസ് ആർ ഇ എന്ന് പറയുന്നത് എക്സ്റ്റെൻഷൻ ആയാലും കംപ്രഷൻ ആയാലും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേസിലും എനർജി എന്ന് പറഞ്ഞാൽ ε1 ആയിരിക്കും. ഓക്കെ, ഇനി എഗെയിൻ നമ്മുടെ മോളിക്യൂൾ വീണ്ടും കംപ്രസ് ചെയ്ത് ബി ഡാഷിലെത്തി, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്ത് ബി ഡബിൾ ഡാഷിലെത്തിയെങ്കിൽ എഗെയിൻ ഇറ്റ്സ് എനർജി വിൽ ഇൻക്രീസ്, ബിക്കോസ് ഇവിടെ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള എക്സ്റ്റെൻഷൻ കൂടുതലാണ്. ഈ ആർ മൈനസ് ആർ എന്ന് പറയുന്ന എക്സ്റ്റെൻഷൻ രണ്ടാമത്തെ പൊസിഷനിൽ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ എനർജി എന്ത് ചെയ്തിരിക്കും? കൂടിയിരിക്കും. സോ ഇറ്റ് ഈസ് ε2. ക്ലിയർ? അപ്പോൾ ഇതാണ് ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം, അതല്ലെങ്കിൽ ഒരു ഐഡിയൽ വൈബ്രേറ്റിംഗ് ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം എന്ന് പറയുന്നത്. Now we are considering a case that our diatomic molecule is a simple harmonic oscillator. നിങ്ങൾക്കറിയാം, വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു മോളിക്യൂളിനെ നമ്മൾ അതിൻ്റെ വൈബ്രേഷൻ എപ്പോഴും എന്താണെന്ന് പറയാറുണ്ട്? നമ്മൾ വൈബ്രേഷൻ ഡീൽ ചെയ്യുന്നത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയിട്ട് കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണ് അവർ ഡയറ്റോമിക് മോളിക്യൂൾ ഇസ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ ആയാൽ we can find out, നമ്മൾ എന്താണ് കണ്ടുപിടിച്ചിട്ടുണ്ട്, the equation for oscillation of frequency 1/2π√k/μ. ഓക്കെ, എന്തുകൊണ്ട് ഇവിടെ മ്യൂ വരാൻ കാരണം? ബിക്കോസ് this is a body having two masses m1 and m2, so reduced mass will be m1 m2 divided by m1 plus m2. that is the oscillational frequency. But actually this is a classical equation അല്ലേ? നമ്മൾ +1 ഫസ്റ്റ് ചാപ്റ്റർ ഓസിലേഷൻ, +1 ആദ്യത്തെ ചാപ്റ്റർ മെക്കാനിക്സിൽ വരുന്ന ഓസിലേഷൻ പഠിക്കുമ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഒരു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് എ സ്പ്രിംഗ് മാസ് സിസ്റ്റം ഇസ് 1/2π√k/μ. ഓക്കെ, ബട്ട് സ്പെക്ട്രോസ്കോപ്പിയിൽ എന്താ പ്രത്യേകത? സ്പെക്ട്രോസ്കോപ്പിയിൽ വി ആർ ഡീലിംഗ് വിത്ത് വേവ് നമ്പേഴ്സ്. ഇൻസ്റ്റെഡ് ഓഫ് frequency we have to convert it into wave number. Okay, so how can we convert frequency into wave number? Frequency is c by lambda. Okay, so frequency divided by c is 1/λ, which is equal to wave number. അപ്പോൾ wave number കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? frequency divided by c, then it will become 1/2πc√k/μ. Okay, അപ്പോൾ if you have a simple harmonic oscillator or a diatomic vibrating molecule which is an SHM, which is undergoing SHM, then the classical frequency of the molecule will be 1/2πc√k/μ.
ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞു ബേസിക് റൂൾ എന്ന് പറയുന്നത് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. ഇറ്റ് ക്യാൻ ബി റൊട്ടേഷണൽ എനർജി, വൈബ്രേഷണൽ എനർജി, ഇലക്ട്രോണിക് എനർജി, എനിത്തിങ് ഫോർ എ മോളിക്യൂൾ. All the molecular energies will be quantized. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ എന്ത് ചെയ്യുന്നതായിട്ടാണ്, വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ടാണ്. അതുകൊണ്ട് ആ മോളിക്യൂളിൻ്റെ വൈബ്രേഷൻ എനർജീസ് എന്തായിരിക്കും, ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. Okay, so next we have to derive the equation for vibrational energy levels. In the case of rotational energy levels, by solving Schrodinger wave equation, we have find out the equation for rotational energy as Ej is equal to Bj into J plus 1. Similarly, we can find out the equation for vibrational energy by solving this Schrodinger equation. Okay, for a simple harmonic oscillator, the equation for vibrational energy is Ev is equal to V plus half H omega joule. Okay, so here V plus half, V is called vibrational quantum number which can have value 0, 1, 2, 3, etc. Okay, but this equation is in joule. നമുക്ക് അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? We have to convert it into wave number. എനർജിയെ വേവ് നമ്പർ ആക്കാൻ എന്ത് ചെയ്താൽ മതി, HC കൊണ്ട് ഡിവൈഡ് ചെയ്യുക. Then this equation will become V plus half omega by C. What is nu by C? Nu by C is 1 by lambda, which is equal to omega bar. Okay, so in wave number the equation for vibrational energy level will be V plus half omega bar. Clear? ഇനി നമുക്ക് ഇവിടെ V0 ആകുമ്പോൾ, when V is equal to 0, what will be the lowest energy level epsilon 0? It will be half omega bar, right? Wave number പറയുമ്പോൾ it will be half omega bar. Okay, ഇനി what will be when V is equal to 1? V is equal to 1, it will be 1 plus half, that is 3 by 2 omega bar. For 2 plus half, 5 by 2 omega bar. Okay, so if we are plotting this internuclear distance against our energy level, the first possible energy for V is equal to 0, energy is half omega bar. Next, for V is equal to 1, it will be 3 by 2. V is equal to 2, it will be 5 by 2. Next 7 by 2, 9 by 2, 11 by 2 and so on. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വി പ്ലസ് ഹാഫ് ഒമേഗ ബാർ ആൻഡ് ഇൻ ദിസ് എനർജി ലെവൽ ഡയഗ്രാം when V is equal to 0, it will become half omega bar. V is equal to 1, it is 3 by 2 omega bar and so on. Okay, അപ്പോൾ in the case of vibration energy level, which is the ground state energy, or which energy level, in which energy the molecule is more stable? എപ്പോഴാണ് V0 ആകുന്നതാണ് ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ സമയത്തുള്ള നമ്മുടെ എനർജിയാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഹാഫ് ഒമേഗ ബാർ. ദിസ് ഈസ് ദ മിനിമം എനർജി ദാറ്റ് ഈസ് പോസിബിൾ ഫോർ എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസിക്കലി പറഞ്ഞപ്പോൾ മിനിമം എനർജി ലെവൽ എന്ന് പറയുന്നത് RRE ആവുമ്പോൾ ഇറ്റ് വാസ് 0. ഓക്കെ, നമ്മുടെ ക്ലാസിക്കൽ എനർജി ലെവലിൽ ഏറ്റവും മിനിമം എനർജി എന്ന് പറയുന്നത് 0-യിലായിരുന്നു. പക്ഷേ അത് ക്വാണ്ടൈസേഷനിലേക്ക് വരുമ്പോൾ, എനർജി ക്വാണ്ടൈസ്ഡ് ആകുമ്പോൾ, ഈ വരച്ചിരിക്കുന്നത് ക്ലാസിക്കൽ. അപ്പോൾ ക്ലാസിക്കൽ അനുസരിച്ച് മിനിമം എനർജി 0-യാണ്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ പ്രൂവ് ചെയ്തപ്പോൾ മിനിമം എനർജി ലെവൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാഫ് ഒമേഗ ബാർ. ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. മനസ്സിലായോ? അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത്? ഫിസിക്കൽ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂള് നമ്മൾ ഒന്നും ചെയ്യാതെ വെറുതെ അവിടെ ഇരിക്കുന്നു എന്നിരിക്കട്ടെ. ഓക്കെ, അതായത് അത് ഇക്വിലിബ്രിയത്തിലാണ്. അതിനെ നമ്മൾ ഒരു തരത്തിലും നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ വെച്ചിരുന്നാൽ പോലും ഇറ്റ് വിൽ ഹാവ് എ മിനിമം എനർജി ഹാഫ് ഒമേഗ ബാർ. അതിനെന്തുണ്ടാകും? ഒരു മിനിമം എനർജിയായ ഹാഫ് ഒമേഗ ബാറെങ്കിലും ഉണ്ടാകും. പക്ഷേ ക്ലാസിക്കലി നമ്മൾ പറഞ്ഞ എന്താ, ഒന്നും ചെയ്യാതെ ഇക്വിലിബ്രിയം പൊസിഷനിലിരിക്കുമ്പോൾ
മോളിക്യൂളിൻ്റെ എനർജി 0 ആണെന്നാണ്. പക്ഷേ ക്വാണ്ടൈസേഷൻ പറഞ്ഞത്, ക്വാണ്ടം മെക്കാനിക്സ് പറഞ്ഞത് നോ, ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ലെവൽ the molecule will have a minimum energy that is half omega bar. Clear? ഇനി നെക്സ്റ്റ് അപ്പോൾ നമ്മൾ എനർജി ലെവൽ ഡയഗ്രാംസ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ സെപ്പറേഷൻ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ അതോ ഈക്വലി ആണോ നോക്കി. ദിസ് ഈസ് ഹാഫ് ഒമേഗ ബാർ ആൻഡ് 3/2 ഒമേഗ ബാർ. വാട്ട് ഈസ് ഡിഫറൻസ്? 3/2 minus half, this is omega bar. Okay. For next level 5/2 minus 3/2 again omega bar. 7/2 minus 5/2 again omega bar. Okay. So here as the V value increases the energy levels are equally spaced. അതേസമയം റൊട്ടേഷണലിൽ എങ്ങനെയായിരുന്നു? J വാല്യൂ കൂടുന്തോറും സെപ്പറേഷൻ കൂടി വരും. പക്ഷേ വൈബ്രേഷനിൽ എങ്ങനെയാണ്? V വാല്യൂ കൂടുന്തോറും സെപ്പറേഷൻ ഒന്നും സംഭവിക്കുന്നില്ല. All the energy levels are equally spaced, that is equal to omega bar. Separation, energy levels തമ്മിലുള്ള separation എന്ന് പറയുന്നത് എത്രയായിരിക്കും? It will be omega bar. Clear? Now we have the selection rule. Delta V is equal to plus or minus 1. That is, transition can take place from V to V plus 1 or from V plus 1 to V. Okay? So if transition is taking place from V plus 1 to V, then the equation will become V plus half ആണ്. അപ്പം V എന്ന് പറയുന്നത് V plus 1 ആവുമ്പോൾ it will become V plus 1 plus half omega bar minus V plus half omega bar. That is V plus 3/2 minus V plus half, that is equal to omega bar. Okay. ഇത് എമിഷൻ ആണ്. അപ്പോൾ അബ്സോർപ്ഷൻ ആകുമ്പോഴോ വിയിൽ നിന്ന് V plus 1ലേക്ക് പോകും. അപ്പോഴും നമ്മൾ സെപ്പറേഷൻ നോക്കിയാൽ എത്ര തന്നെ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഒമേഗ ബാർ. ക്ലിയർ? അപ്പോൾ നമ്മളോട് പറഞ്ഞത് ഇഫ് ട്രാൻസിഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് ഫ്രം വൺ എനർജി ലെവൽ ടു നെക്സ്റ്റ് എനർജി ലെവൽ, ഏത് എനർജി ലെവലിലേക്ക് പോയാലും നമുക്ക് കിട്ടുന്ന സ്പെക്ട്രം എവിടെയായിരിക്കും? ഒമേഗ ബാറിലായിരിക്കും. അതേസമയം റൊട്ടേഷണലിൽ ഒമേഗ നമ്മൾ കണ്ടുപിടിച്ച സ്പെക്ട്രം എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് എ 2b ഇൻറ്റു J plus 1. അപ്പം ജെയുടെ വാല്യൂ മാറിയാൽ സ്പെക്ട്രത്തിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? പക്ഷേ ഇവിടെ എന്താണ്? V to V plus 1 കൊടുക്കുമ്പോൾ ഇവിടെ V എന്ന് പറയുന്ന ക്വാണ്ടം നമ്പർ വരുന്നതേ ഇല്ല. അപ്പോൾ V കൂടിയാലും നമ്മുടെ ഈ ഫ്രീക്വൻസിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. സോ ദിസ് ഈസ് ഓൾവേസ് എ കോൺസ്റ്റൻറ്റ് ഒമേഗ ബാർ. ഓക്കെ. സോ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് nu bar spectroscopy is equal to omega bar of oscillation. Okay. അതായത് നമ്മൾ ഈ എനർജി ലെവൽ ഡയഗ്രാംസ് പറഞ്ഞു. അവിടെ നിന്ന് അക്കോർഡിംഗ് ടു സെലക്ഷൻ റൂൾ ട്രാൻസിഷൻ ക്യാൻ ടേക്സ് പ്ലേസ് ഫ്രം 0 to 1, 1 to 2, 2 to 3 ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫോർ 0 to 1 we will get spectrum at omega bar. 1 to 2 ആകുമ്പോഴും ഒമേഗ ബാറിൽ തന്നെ, 2 to 3 ആകുമ്പോഴും ഒമേഗ ബാർ തന്നെ. So എവിടെയായാലും we will get rotational spectrum at omega bar and we have only a single line. ഒരൊറ്റ ലൈൻ മാത്രമേ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. Okay. So this is what this is the rotational, sorry, the vibrational spectrum of a simple harmonic oscillator. Okay. Energy levels equally spaced ആണ് and transition is delta V is equal to plus or minus 1 and we will get spectrum at omega bar. Clear? Thank you.